നമസ്കാരം. നമ്മുടെ ബ്രഹ്മമുഹൂർത്തം എന്ന പുസ്തകത്തിൽ ആത്മീയതയിലെ 125ഓളം വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. അവയുടെ ഒരു രത്നച്ചുരുക്കം വായിച്ചിട്ട് ചിലർക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മനസ്സിനെക്കുറിച്ച് തന്നെയുള്ള ഒരു പഠനം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഒരു വഴിയിലൂടെ നമുക്കൊന്ന് മുന്നോട്ട് പോകാം. ഓരോ എപ്പിസോഡായിട്ട് ബ്രഹ്മമുഹൂർത്തം പരമ്പര ചെയ്യാം. പുസ്തകത്തിലെ വിവരങ്ങളുടെ കൂടുതൽ വിശദീകരണമാണ് നമ്മളിവിടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ആ ഒരു ചർച്ചയിലേക്ക് പോവുകയാണ്. ആത്മീയ വിഷയമാണ് ചർച്ചയെങ്കിലും ഇതിൽ ഭൗതികവും രാഷ്ട്രീയവും ആരോഗ്യപരവുമായ ഒട്ടേറെ കാര്യങ്ങൾ തീർച്ചയായിട്ടും കടന്നു വരും, അതുറപ്പാണ്. കാരണം അതിനെ മാറ്റി നിർത്തി ഒരു ആത്മീയത ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം മനുഷ്യൻ ശരീരമായിരിക്കുന്നിടത്തോളം കാലം പ്രപഞ്ചത്തിൽ ജീവിക്കുകയും പ്രപഞ്ചത്തിലെ സുഖസൗകര്യങ്ങളും ഇവിടുത്തെ സംവിധാനങ്ങളും എല്ലാം ആശ്രയിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ബോധതലത്തെ അല്ലെങ്കിൽ ഭൗതിക തലത്തെ പൂർണ്ണമായി വെടിഞ്ഞുകൊണ്ട് മറ്റൊരു ആത്മീയ തലം സ്വീകരിക്കാം എന്ന് ചിന്തിക്കുന്നില്ല. ആ ഒരു നിലവാരത്തിലേക്ക് ഉയരുന്ന വ്യക്തികൾക്ക് അത് സാധ്യമാണ്. അവർക്ക് കടലിനടിയിലും പർവ്വതത്തിനു മുകളിലും ഐസ് കട്ടയ്ക്കുള്ളിലുമെല്ലാം അവരുടെ സാധനകൾ തുടരാവുന്നതാണ്. നമ്മളെല്ലാം സാധാരണ മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്ക് ഭൗതികതയും ആത്മീയതയും ചേർത്തുകൊണ്ട് എങ്ങനെ ആത്മീയതയിൽ മുന്നേറാം എന്നുള്ള വിഷയമാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. അപ്പോൾ മനസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, മനസ്സ് 3 തരത്തിലുണ്ട്, അല്ലെങ്കിൽ അതിലധികം തരത്തിലുണ്ട് എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് 5: ബോധതലം, ഉപബോധതലം, അബോധതലം. ഈ 3 തലങ്ങളും എങ്ങനെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്? ഇത് മനുഷ്യ ശരീരവും മനുഷ്യൻ്റെ തലച്ചോറുമായിട്ട് ഇതിന് ഏതെല്ലാം തരത്തിലുള്ള ബന്ധമുണ്ട്? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രകൃതി നിയമമുണ്ട്. അതായത് പ്രകൃതി നിയമം എന്ന് പറയുമ്പോൾ പ്രകാശത്തിൻ്റെ സ്പീഡ്, വേഗത, അത് ഒരു പ്രകൃതി നിയമത്തിന് അനുസൃതമാണ്. പരമാവധി 3 ലക്ഷം കിലോമീറ്റർ, സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ എന്ന സ്ഥലത്തിൽ നിജപ്പെടുത്തിയിട്ടുണ്ട്. പ്രപഞ്ചത്തിൽ ഒരു വസ്തുവിനും പ്രകാശകിരണങ്ങൾക്ക് മാസ് ഇല്ലാത്തത് കൊണ്ടാണ് ആ പരമാവധി വേഗത കൈവരിക്കാനാവുന്നത്. അപ്പോൾ മാസ് ഇല്ലാത്ത ഒരു വസ്തുവിന് എങ്ങനെ എക്സിസ്റ്റൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ അല്പം ആത്മീയ മേഖലയിലേക്ക് കൂടി കടന്നു പോകേണ്ടതുണ്ട്. ഈസിയാണ് ഉത്തരം, ശാസ്ത്രീയമായ എക്സ്പ്ലനേഷൻ വേറെ ഉണ്ടാകും, പക്ഷേ ഈ ഉത്തരം വളരെ ലളിതമാണ്. അതേപോലെ മറ്റൊരു നിയമമാണ് 5%, 95% എന്നുള്ള ഒരു പാർട്ടീഷൻ. അങ്ങനെ പ്രകൃതിയിലുണ്ട്. 5% എന്ന് പറയുന്നത് ചിലപ്പോൾ 4 പോയിന്റോ അല്ലെങ്കിൽ 6, അങ്ങോട്ട് 5 പോയിന്റോ എല്ലാം ആവാം, അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. ഒരു ഏകദേശ കണക്കാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ പ്രപഞ്ചം, മൊത്തം പ്രപഞ്ചത്തിൻ്റെ 5% മാത്രമേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനാവുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ദൃശ്യമായിട്ടുള്ളൂ. ബാക്കി 95%വും നമുക്കൊരിക്കലും ഇന്നത്തെ ഭൗതിക സംവിധാനങ്ങൾ കൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ കഴിയാത്ത വിധം മറഞ്ഞു കിടക്കുകയാണ് എന്നുള്ളത്. അവിടെ അപ്പോൾ പ്രപഞ്ചത്തിൽ ഒരു 5%, 95% എന്നൊരു പാർട്ടീഷൻ ഉണ്ട്. ഈ 95%-ത്തിലാണ് ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും എല്ലാമുള്ള ലോകമുള്ളത്. ആ ഡാർക്ക് എനർജി കാരണമാണ്, ഡാർക്ക് മാറ്റർ കാരണമാണ് പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നത്, അതും പ്രകാശത്തേക്കാൾ വേഗതയിൽ വികസിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സിസ്റ്റൻസ് നമ്മൾ ഗണിതശാസ്ത്രപരമായി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും നമുക്കത് തെളിയിക്കാൻ ഫിസിസ്റ്റുകൾക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് സ്ഥാപിച്ചത് ഗണിതശാസ്ത്രപരമായ കണക്കുകൂട്ടലുകൾ കൊണ്ടാണ്. അങ്ങനെ ഉണ്ട് എന്ന് കണ്ടെത്തുന്ന ഒരു കാര്യം അത് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, പക്ഷെ നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് വസ്തുത. എല്ലാ മഹത്തായ കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുള്ളത് ഗണിതശാസ്ത്രം കൊണ്ടാണ്.
നമ്മുടെ ഋഷികളും ആ വഴിയിലാണ് സഞ്ചരിച്ചത് എന്ന് സാഖ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു AI ഉപയോഗിച്ചുള്ള പഠനത്തിൽ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് കുറേ അറിവുകൾ കിട്ടി. യഥാർത്ഥത്തിൽ അവരാണ് ഏറ്റവും വലിയ മാത്തമാറ്റീഷ്യൻസ്. അവരുടെ നിർമ്മിതികളാണ് ഭാരതത്തിലെ മഹത്തായ നിർമ്മിതികളെല്ലാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 5% നമ്മൾ കളിക്കുന്നത്. ഇപ്പോൾ ജിയോളജിസ്റ്റുകൾക്കറിയാം, നമ്മൾ ഈ ഭൂമിയുടെ 5% മാത്രമേ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിച്ചിരിക്കില്ല, ശാസ്ത്രം ഇത്രയൊക്കെ വളർന്നിട്ടും നമുക്ക് ഭൂമിയുടെ നമ്മൾ വസിക്കുന്ന ഭൂമിയുടെ 5% മാത്രമേ ഉൾക്കൊള്ളാനായിട്ടുള്ളൂ, അല്ലെങ്കിൽ കണ്ടെത്താനായിട്ടുള്ളൂ, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ, ഗവേഷണം നടത്താൻ ആയിട്ടുള്ളൂ. ഭൂമിക്ക് അടിയിലുള്ള മഹാരഹസ്യങ്ങൾ തന്നെ 95% നമുക്ക് അജ്ഞാതമാണ്. അപ്പോൾ ഈ ഒരു 5%, 95% എന്നൊരു വേർതിരിവ് പ്രപഞ്ചത്തിൽ ഏത് വസ്തുതയിലും കാണാം. അതേപോലെ ഞാൻ പറയുന്നത്, നമുക്കൊരു വസ്തുത നമ്മൾ പഠിക്കാൻ പോയാൽ അതിൻ്റെ 5% മാത്രമേ നമുക്ക് പഠിക്കാനാവൂ. ബാക്കി 95%വും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കോ നമ്മുടെ തലച്ചോറിനോ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളല്ല. ഈ 95%ത്തിൽ മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇന്നത്തെ ആധുനികവാദികൾ അല്ലെങ്കിൽ നവോത്ഥാനവാദികളൊക്കെ എന്തെല്ലാം പൊട്ടത്തരങ്ങളാണ് എന്ന് പറയുന്നത്. അവയിൽ ചില പൊട്ടത്തരങ്ങളും കടന്നുകൂടിയിട്ടുണ്ടാവും. പലരുടെയും ബിസിനസ് താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആത്മീയതയിൽ പല കള്ളത്തരങ്ങളും ചേർക്കപ്പെട്ടിട്ടുണ്ട്. ആ വസ്തുത അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ 95%വും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്ന ഓരോ വസ്തുതയിലും ഉള്ളത് എന്നുള്ള സത്യം നമ്മളൊന്ന് അംഗീകരിക്കുക. ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെയും അവസ്ഥ എന്നാണ് പറയുന്നത്. തലച്ചോറിൻ്റെ നമുക്കറിയാം, ഐൻസ്റ്റീൻ്റെ തലച്ചോറ് പരിശോധിച്ചപ്പോൾ അതിൻ്റെ 5% ആക്റ്റീവായിരുന്നു എന്നാണ് പറയുന്നത്. 5% കോശങ്ങൾ ഉണർന്ന തലച്ചോറുകൾ ഭൂമിയിൽ വളരെ വിരളമാണ് എന്നും പറയുന്നു. ഒരു സാധാരണ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ 2-3% മാത്രമാണ് ഉണർന്നിരിക്കുന്നത്. അതിൻ്റെ ആ ഉണർവിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് അയാൾ ബുദ്ധിമാനും മന്ദബുദ്ധിയും എല്ലാമായി അറിയപ്പെടും. ഐൻസ്റ്റീൻ മഹാനായ ഒരു ശാസ്ത്രജ്ഞൻ്റെ തലച്ചോറ് പരിശോധിച്ചപ്പോൾ അതിൻ്റെ 5% വർക്ക് ചെയ്തത്. അതായത് തലച്ചോറിൻ്റെ 5% ഉണർന്നാൽ ഒരു ശാസ്ത്രജ്ഞനെ, മഹാനായ ശാസ്ത്രജ്ഞനെ, അതിബുദ്ധിമാനായ ഒരു ശാസ്ത്രജ്ഞനെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തലച്ചോറിൻ്റെ ഉള്ളിൽ പോലും കോശങ്ങളുടെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ ഈ 5%, 95% എന്ന ഒരു വേർതിരിവ് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഈ 95%ത്തേക്കും മനസ്സിനെ, ആ 95% കൂടി നമുക്ക് ഉണർത്താൻ കഴിഞ്ഞാൽ, അത്തരം ആളുകളെയാണ് നമ്മൾ പണ്ട് ഋഷികൾ അഥവാ ശാസ്ത്രജ്ഞർ എന്ന് പറഞ്ഞിരുന്നത്. ഋഷി എന്ന വാക്കിന് അത് തന്നെയേ അർത്ഥമുള്ളൂ. അതായത് നമ്മൾ ചിന്തിക്കാത്ത തലങ്ങളെ, നമ്മൾ കണ്ടെത്താത്ത തലങ്ങളെ, നമ്മൾ കാണാത്ത കാര്യങ്ങളെ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി, അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് ഇറങ്ങി, അതിൻ്റെ സമഗ്രതയിലേക്ക് ഇറങ്ങിയിട്ട് കണ്ടെത്തുകയും ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു അവർ. പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ, നമ്മുടെ തലച്ചോറിന് അത് ഉൾക്കൊള്ളാൻ മാത്രമുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് അതിൽ പലതിനെയും നമ്മൾ വിഡ്ഢിത്തരവും പൊട്ടത്തരവും ഒക്കെ ആയിട്ട് ഇന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മനസ്സിൻ്റെ 5%, 95% ഈ ഒരു വസ്തുത ഒന്ന് ചിന്തിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ നമുക്കിതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് പോകാൻ കഴിയും. ബോധമനസ്സിൻ്റെ 95%വും നമുക്ക് അപ്രാപ്യമായിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ബോധമനസ്സിൻ്റെ പരമാവധി മനുഷ്യന് ഉണർത്തിയെടുക്കാൻ പറ്റുന്നത് അതിൻ്റെ 5%. 5% എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുന്നു. അപൂർവം ചില വ്യക്തികളിൽ അത് 5 അല്ലെങ്കിൽ 6 വരെ എത്തിയേക്കാം. അല്ലെങ്കിൽ ഈ 5% എന്നുള്ളത് ചിലപ്പോൾ ഒരു 4% എന്നുള്ളതാവാം. ശരി, 4.96 അങ്ങനെയുള്ളൊരു വേർതിരിവാവാം. പക്ഷേ 5%, 95% എന്ന ഒരു വേർതിരിവ് പ്രപഞ്ചത്തിലുള്ളതുപോലെ തന്നെ, ഭൂമിയിലുള്ളതുപോലെ തന്നെ, നമ്മുടെ അന്തരീക്ഷത്തിലുള്ളതുപോലെ തന്നെ, മണ്ണ് ഭൂമിക്ക് ഉള്ളിലുള്ളതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിനുമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്.
അതേപോലെ നമ്മുടെ ശരീരത്തിനുള്ളിലും നമുക്ക് 5% കാര്യങ്ങളെ ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള ഒരു ആശയം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡ് കാണാം. നമസ്തേ.